ഇനി 2 നാൾ ബാക്കി നിൽക്കെ ഹൈബീഡ് നയിക്കുന്ന പ്രചരണ കലാശക്കൊട്ട് മേളം ഇവിടെ തുടങ്ങുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ ഹൈബീഡ് നയിക്കുന്ന പ്രചരണ മേള തുടക്കമാകുന്നു. നിരവധി ഫ്ലോട്ടുകളും അതുപോലെ തന്നെ നിരവധി തെയ്യം, അതുപോലെ വാദ്യമേളങ്ങൾ, അങ്ങനെ നിരവധി ഐറ്റങ്ങളാണ് ഹൈബീഡിന്റെ കലാശക്കൊട്ടിന് വേണ്ടി ഇവിടെ നിരന്നിരിക്കുന്നത്. വിജയം നമുക്ക് കിട്ടുമെന്നൊരു ഉറപ്പ് പറയാമോ മാഡത്തിന്? 100%. ഒരു സംശയമില്ല. 20-20 സീറ്റ് നമ്മൾ നേടും, നമ്മുടെ കയ്യിൽ തന്നെ എത്തിപ്പെടും. അത് ഒരുപാട് കോൺഫിഡൻസോടുകൂടിയാണല്ലോ പറയുന്നത്. സംശയമുണ്ടോ? ഇത്ര മോശപ്പെട്ട ഒരു ഭരണം ജീവിതത്തിൽ ആരും അനുഭവിച്ചു കാണില്ലല്ലോ. കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും സമാനമായിട്ട് ഒരേ രീതിയിലുള്ള ഒരു ഭരണമല്ലേ നടന്നുകൊണ്ടിരിക്കണേ. ആൾക്കാരും മടുത്തു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാരൊന്നും അല്ല, സാധാരണ വെറുതെക്കാരൊക്കെ ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തവരെങ്ങനെയെങ്കിലും നമ്മൾ ഭരണം ആഗ്രഹിക്കുന്നവരാ. അതാണ് സത്യം. അപ്പൊ സത്യത്തോടൊപ്പം തന്നെയാണ് നമ്മൾ എന്നും നിന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? സംശയമില്ലാത്ത. അപ്പൊ ഈ വർഷം നമ്മുടെ ഹൈബി സാറ് തന്നെ ഒന്നാമത് എത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. 100%. ചരിതമെഴുതി ഇവിടെ വിജയത്തിലകമണിയണം. ഹൈബീഡിന്റെ കൊട്ടിക്കലാശമാണ് അതിഗംഭീരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
എവിടെയൊക്കെ നോക്കിയാലും അവിടെ എല്ലാ ജനങ്ങളും മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് നമുക്ക് ചുറ്റും. അതുപോലെ ആർപ്പുവിളികളും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു മേളത്തോടു കൂടിയാണ് കൊട്ടിക്കലാശം ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. കൊട്ടിക്കലാശം ടൗൺ ഹാളിൽ എത്തിയിരിക്കുകയാണ്. ഹൈബീഡിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിഷാരടിയും അതുപോലെ തന്നെ ധർമ്മജൻ ബോൾക്കാട്ടിയും എത്തിച്ചേർന്നിട്ടുണ്ട്. അതിഗംഭീരമായ ഒരു വരവേൽപ്പാണ് ഹൈബീഡിന് പിഷാരടിയും ധർമ്മജൻ ബോൾക്കാട്ടിയും ചേർന്ന് കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരും അതുപോലെ പൊതുജനങ്ങളും അതുപോലെ തന്നെ ഹൈബിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ജനങ്ങളും ഹൈബീഡിനെ രണ്ട് കൈയോടുകൂടിയായിരുന്നു ടൗൺ ഹാളിലേക്ക് വരവേറ്റിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. കൊച്ചിയിൽ നിന്നും സാഗർ ടിവിക്ക് വേണ്ടി കാർത്തിക.